friends, welcome to Neethas Tasteland. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മൂന്ന് സമയത്തും ഒരുപോലെ കഴിക്കാൻ പറ്റിയ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് റെസിപ്പീസ് അല്ലേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതുമായിരിക്കണം, അതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി ആണെങ്കിലല്ലേ അങ്ങനെ നമുക്ക് മൂന്ന് സമയത്ത് ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇതിന്റെ ഫില്ലിംഗ് മാത്രം നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മുടെ ആലു പറാത്ത. ആലു പറാത്ത എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടൊക്കെ പലർക്കും തോന്നും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് സക്സസ് ആവില്ല. ചില ആളുകൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ വരും, ചില ആളുകൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരില്ല. അത് നമ്മൾ ചെയ്യുന്ന രീതിയുടെ മിസ്റ്റേക്ക് അല്ല, നമ്മുടെ കൈക്ക് ഒന്ന് വഴങ്ങി കിട്ടിയാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. കുക്കിംഗ് തുടങ്ങുമ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തുടങ്ങുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. മിക്ക ആളുകൾക്കും നമ്മുടെ ചപ്പാത്തിയൊക്കെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ചപ്പാത്തിയുടെ ഷേപ്പ് ആവില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും, ചപ്പാത്തി പരത്തുമ്പോൾ ചപ്പാത്തിക്കല്ലിൽ ഒട്ടിപ്പിടിക്കും, പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമ്മള് മിക്ക ദിവസവും നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ആലു പറാത്തയും എങ്ങനെയാണ് നമ്മുടെ ഫില്ലിംഗ് എന്ന് മനസ്സിലാക്കി അത് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം, വീട്ടിൽ ഡിന്നറിന് ഉണ്ടാക്കി കഴിക്കാം. എല്ലാ രീതിയിലും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വളരെ ഈസിയും അതുപോലെ ടേസ്റ്റിയും ആയിട്ടുള്ള ആലു പറാത്ത റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ആലു പറാത്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടറ്റോ കുക്ക് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊട്ടറ്റോ മിക്സ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഇത് പച്ചമുളകും ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്താണ്. ഇതുപോലെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ലെമൺ ജ്യൂസ് വേണം, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്ത കടായി മസാല, ഇത് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ ജീരകം പൊടിച്ചത്, ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്, നല്ല ജീരകം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ. ഇതിലിപ്പോ ഞാൻ സവോള ചേർക്കുന്നില്ല. ചില സമയത്ത് ഞാൻ സവോള ചേർത്തിട്ട് ചെയ്യാറുണ്ട്, ചില സമയത്ത് സവോള ചേർക്കാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമാണെങ്കിൽ സവോള ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഡ്രൈ മാംഗോ പൗഡർ കിട്ടുകയാണെങ്കിൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുന്നില്ല, ലെമൺ ജ്യൂസ് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ. നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ ആദ്യം ഈ ഗോതമ്പൊടി കുഴച്ച് വെക്കുക, അതിനുശേഷം ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ഈ പൊടി കുഴച്ച് വെക്കട്ടെ. പൊടി കുഴയ്ക്കുമ്പോൾ ഉപ്പും വെള്ളവും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ടാണ് കുഴച്ച് വെക്കാൻ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് ആലു പറാത്തയുടെ മിക്സ് റെഡിയാക്കി എടുക്കുക. നമ്മളിപ്പോ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചപ്പാത്തി വീഡിയോ കാണുകയാണെങ്കിൽ പൊടിയുടെ അളവും അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവും, അപ്പൊ നമ്മൾ 1 കപ്പ് പൊടിക്ക് എത്രയാണ് വെള്ളം എടുക്കുന്നത് എന്നുള്ളത് എല്ലാം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചപ്പാത്തിയുടെ വീഡിയോ കാണാത്ത ആളുകൾ ചപ്പാത്തിയുടെ വീഡിയോ കാണാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഈ സമയത്ത് തന്നെയാണ് നമ്മളിപ്പോ സവോള ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കുറച്ച് സവോള ചേർക്കാം. ഒരു 2 ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 ഉരുളക്കിഴങ്ങാകുമ്പോൾ ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ഒരു മീഡിയം സവോളയുടെ പകുതി ഇതുപോലെ തന്നെ ഫൈനായിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുക. ഞങ്ങളിവിടെ ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ബട്ടർ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യണം എന്നുള്ള ആളുകളാണെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. പൊട്ടറ്റോ മിക്സ് റെഡിയാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് പൊട്ടറ്റോയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മൾ പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ആംചൂർ പൗഡർ ചേർക്കുകയാണെങ്കിൽ ചേർക്കേണ്ടത്. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ ആണ്. അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ആണെങ്കിലും ഒഴിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ലെമൺ എടുത്ത് വെച്ചത്. നമ്മുടെ കടായി മസാല,
ഇതിലേക്ക് നമുക്ക് ധാരാളമായിട്ട് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോഴും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ പൊട്ടറ്റോ കുക്ക് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ മിക്സിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. ഇതിലേക്ക് ഇപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ക്യാരറ്റ് കുക്ക് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ക്യാരറ്റും കുട്ടികൾ കഴിച്ചോളും. ഇതിപ്പോൾ നമ്മൾ പൊട്ടറ്റോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വരുന്നില്ല, പൊട്ടറ്റോയിൽ ചില പീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ചൂട് മാറി കഴിയുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. നന്നായിട്ട് ഉടച്ചെടുക്കുക, ഏറ്റവും ഫൈനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊറാത്തയുടെ മിക്സിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് ഫില്ലിംഗ് ഇരിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അധികം പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 2 പൊട്ടറ്റോയ്ക്ക് 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈ മിക്സിന്റെ ചൂട് മാറി വന്നതിന് ശേഷം ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ മിക്സിന്റെ ചൂട് മാറി വരുമ്പോൾ വലിയ പീസായിട്ട് പൊട്ടറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂട് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മിക്സ് നന്നായിട്ട് ചൂട് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ആലു പറാത്ത റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ ഡോ എടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ തന്നെ എത്ര പേർക്കാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമ്മുടെ ചപ്പാത്തിയുടെ മിക്സ് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ ബോൾസ് ആക്കി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോ മിക്സും കൂടി ഇതിന്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി വലിയ ബോൾസ് ആക്കാന്ന് പറഞ്ഞത്. ചപ്പാത്തിക്കുള്ള ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോ 8 ആലു പറാത്തയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 8 ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ബോൾസിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എണ്ണം വ്യത്യാസം വരും. ഇനിയിപ്പോ നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് തുടങ്ങാം. ആദ്യം ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പറാത്തയായിട്ട് തന്നെ പരത്തി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി അതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ബോള് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് കയ്യിൽ വെച്ച് പ്രസ് ചെയ്യാം. നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോ കുറച്ച് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമുക്ക് ഫില്ലിംഗ് ഉള്ളിൽ വയ്ക്കണം, അതുകൊണ്ട് അധികം വലുതായിട്ട് പരത്തണ്ട. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഇതിപ്പോ നമുക്ക് ഈ മിക്സും 8 ബോളായിട്ട് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ 8 ബോളാക്കി തന്നെ വെക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഫില്ല് ചെയ്യാൻ. നമ്മൾ നമ്മുടെ ചപ്പാത്തിയുടെ ബോൾസ് റെഡിയാക്കിയതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ട് ബോൾസ് റെഡിയാക്കി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഫില്ലിംഗ് ഇരിക്കേണ്ടത്. ഇതെല്ലാ സൈഡിൽ നിന്നും നമ്മൾ കവർ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് മാവ് എക്സ്ട്രാ വരും. അപ്പൊ നമ്മൾ പരത്തി എടുത്തിരിക്കുന്ന കുറച്ച് മാവ് എക്സ്ട്രാ വരും, അത് നമുക്ക് മാറ്റാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് തിക്നെസ് കൂടുതലായിരിക്കും. ഇനിയിപ്പോ നമുക്കിത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് എടുത്തു വെക്കാം. ഒരു ബോളും കൂടി പരത്തി കാണിച്ചു തരാം. അതിനുശേഷം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പരത്തുന്നതാണ് ഇപ്പൊ കാണിക്കുന്നത്. പിന്നെ നടുഭാഗത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബോൾ വെച്ച് കൊടുക്കുക. പൊട്ടറ്റോയുടെ മിക്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കവർ ചെയ്തെടുക്കുക. ഈ കവർ ചെയ്യുന്ന എക്സസ് ആയിട്ടുള്ള മാവ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തിക്കായിട്ട് വരും നമ്മൾ ആലു പറാത്ത പരത്തി എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് എക്സസ് ആയിട്ടുള്ള മാവ് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത്. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുക.
എപ്പോഴും നമ്മൾ ഈ ഫില്ല് ചെയ്ത പോർഷൻ അടിഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ പരത്തി വരുമ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ അത് നമ്മൾ ജോയിന്റ് വരുന്ന ഒരു പോർഷൻ ഇതുപോലെ പുറത്തേക്ക് കാണാത്ത രീതിയിലാക്കി എടുക്കുക. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ആലു പറാത്ത ബോൾസ് എല്ലാം നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആലു പറാത്ത പരത്തി തുടങ്ങാം. അപ്പോൾ വളരെ കുറച്ച് പൊടി ഞാൻ ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പൊടി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ പൊട്ടറ്റോ മിക്സ് ഒക്കെ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ. വല്ലാതെ അങ്ങ് പുറത്തേക്ക് ചാടി വരുന്ന രീതിയിൽ നമ്മൾ തിന്നായിട്ട് പരത്തിയെടുക്കരുത്. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത്. ചെറിയ കനം വേണം. ആലു പറാത്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഞ്ചാബി റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കുമ്പോൾ ഇതുപോലെ ചെറിയ തിക്നെസ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ചപ്പാത്തി പോലെ നൈസായിട്ടല്ല പരത്തുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന ആലു പറാത്ത ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ബട്ടറിലാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓയിലാണ് ചെയ്യുന്നതെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക, ബട്ടറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ. ഒരു സൈഡ് ഒന്ന് ചൂടായി വരണം. ഒരു സൈഡ് ചൂടായി വരുമ്പോൾ നമ്മൾ പതുക്കെ തിരിച്ചിടുക. നമുക്കിത് ഒന്നുകൂടി തിരിച്ചിടാം. അതിനുശേഷമാണ് ഞാനിപ്പോൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡും ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇത് ഓരോ പ്രാവശ്യവും തിരിച്ചിടുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് തിരിച്ചിടുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ മിക്സ് വളരെ സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആലു പറാത്തയും സോഫ്റ്റ് ആണ്. അപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. രണ്ടായിട്ട് അതങ്ങ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിട്ട് തന്നെ തിരിച്ചിടുക. അപ്പൊ നമ്മൾ വലിയ ബോൾസ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ ആലു പറാത്ത ആയിരിക്കും. ഞാനിപ്പോ ചെറിയ ബോൾസ് ഉണ്ടാക്കിയതുകൊണ്ട് ചെറിയ ആലു പറാത്തയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര വലിപ്പമുള്ളത് വേണം എന്ന് വെച്ചാലോ അതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ആലു പറാത്ത കറക്റ്റ് ആയിട്ട് ഇതുപോലെ ബോൾ പോലെ ആയി വന്നു. ബോൾ പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വരില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പൊട്ടറ്റോ ഫില്ലിംഗ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഒരുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു ആലു പറാത്ത റെഡിയായി. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ ആലു പറാത്ത എന്ന് പറഞ്ഞ കാര്യം. വലിയ തലവേദന എന്നുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആലു പറാത്ത എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ആലു പറാത്തയ്ക്ക് കൂടെ കഴിക്കാൻ പറ്റിയ കറികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടായി മഷ്റൂം നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ റൈത്ത ആലു പറാത്തയുടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ ഈ വീഡിയോകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ വീഡിയോകളെല്ലാം കാണുക. കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ ആ ഒരു ഫ്ലെയിമിന്റെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കുക്കായി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചപ്പാത്തിയുടെ ആ ഒരു പോർഷൻ മാത്രമേ കുക്കാവാനുള്ളൂ. ഇൻസൈഡിൽ നമ്മുടെ മസാല കുക്കായതാണ്. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പൊങ്ങി വന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ പൊട്ടിപ്പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട റെസിപ്പിയല്ല. നമ്മൾ 2 or 3 പ്രാവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. അപ്പൊ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആലു പറാത്തയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.